ഞായറാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ബെയ്റൂട്ട് സ്ഫോടനത്തിന് ഇരയായവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ലെബനോനിലെ ബെയ്റൂട്ട് തുറമുഖ സ്ഫോടനത്തിന് ഇരയായവരുടെ ബന്ധുക്കളുമായി വത്തിക്കാനിലെ സ്വകാര്യ സദസ്സിൽ ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി. ലെബനോനിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളോടുള്ള തന്റെ ദുഃഖവും അടുപ്പവും പാപ്പ അറിയിച്ചു. ആ വലിയ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായ എല്ലാവരെയും ഓർക്കുകയാണെന്നും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നത് തുടരുമെന്നും നിങ്ങളുടെ ദുഃഖം തന്റെ ദുഃഖത്തിലേക്ക് ചേരുകയാണെന്നും പരിശുദ്ധ പിതാവ് പങ്കുവച്ചു. പുണ്യവതിയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥനയുമായി ഫ്രാൻസിസ് പാപ്പ. സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മോനിക്കയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓഗസ്റ്റ് 27-ന് പാപ്പ തികച്ചും അപ്രതീക്ഷിതമായ സന്ദർശനം നടത്തുകയായിരുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു. വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ദിനത്തിലാണ് സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്. റോമിലെ ചരിത്ര കേന്ദ്രമായ പിയാസ നോവോനയ്ക്ക് സമീപമാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. കടലിലും മരുഭൂമിയിലും കർത്താവ് കുടിയേറ്റക്കാരോടൊപ്പമെന്ന് പാപ്പ. മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് യുദ്ധങ്ങളിലും ദുരിതങ്ങളിൽ നിന്നും പലായനം ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ ദുർഘടയാത്രകൾ കടലിലും മരുഭൂമിയിലും അവസാനിക്കുന്ന ദുരന്തത്തിനു മുന്നിൽ നാം നിസ്സംഗത പാലിക്കരുതെന്നും നമ്മൾ വലിച്ചെറിയൽ സംസ്കൃതിയുടെ പിടിയിലകപ്പെടരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. യേശുവിലുള്ള ദൃഢമായ വിശ്വാസം നമ്മെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുമെന്നും നമ്മുടെ ശക്തിക്കതീതമായ കാര്യങ്ങൾക്ക് മുന്നിൽ ദൈവത്തിൽ സഹായം കണ്ടെത്താനും അതുവഴി നമ്മുടെ പരിമിതികളെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. La consueta catechesi e desidero fermarmi con voi a pensare alle persone che anche in questo momento stanno attraversando mari e deserti per raggiungere una terra dove vivere in pace e sicurezza. Mare e deserto, queste due parole ritornano in tante testimonianze che ricevo sia da parte di migranti sia da persone che si impegnano per soccorrerli. E quando dico mare nel contesto delle migrazioni intendo anche oceano, lago, fiume, tutte le masse d'acqua insidiose che tanti fratelli e sorelle in ogni parte del mondo sono costretti ad attraversare per raggiungere la loro meta. ആഗസ്റ്റ് 28-ന് വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ആചരിക്കപ്പെടുന്നത് അനുസ്മരിച്ച പാപ്പ ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തിനായി ദാഹിക്കുന്നവരായിരിക്കാനും ശാശ്വത സ്നേഹത്തിന്റെ സജീവ ഉറവയായ കർത്താവിനെ അവിരാമം അന്വേഷിക്കാനും അവർക്ക് പ്രചോദനം പകർന്നു. പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ നടത്തിയ മുഖ്യപ്രഭാഷണത്തെ തുടർന്ന് അതിന്റെ സംഗ്രഹം അറബി ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെട്ടു. ഇറ്റാലിയൻ ഭാഷക്കാരെ സംബോധന ചെയ്യവേ പാപ്പ വൈദികാർത്ഥികളുടെ ഒരു സംഘത്തെ അഭിവാദ്യം ചെയ്തു. ദൈവവചനത്താലും ജീവന്റെ അപ്പത്താലും പോഷിതരായി പരിശീലനം തുടരാൻ പാപ്പ അവർക്ക് പ്രചോദനം പകർന്നു. സ്ഥൈര്യലേപനം സ്വീകരിച്ച കുട്ടികളുടെ സംഘത്തെ സംബോധന ചെയ്ത പാപ്പ ഞായറാഴ്ച കുർബാനയിൽ വിശ്വസ്തയോടെ പങ്കുചേരുകയും പാപസങ്കീർത്തന കൂദാശയ്ക്കണയുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. സംഘർഷവേദികളായ പലസ്തീനെയും ഇസ്രായേലിനെയും ഉക്രൈനെയും അതുപോലെ തന്നെ മ്യാൻമർ, ഉത്തര കിവു എന്നിവിടങ്ങളെയും യുദ്ധം നടക്കുന്ന ഇതര രാജ്യങ്ങളെയും അനുസ്മരിച്ച പാപ്പ ആ പ്രദേശങ്ങൾക്ക് കർത്താവ് സമാധാനം നൽകുന്നതിനായി പ്രാർത്ഥിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. തദനന്തരം ലത്തീൻ ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്യപ്രാർത്ഥന ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ എല്ലാവർക്കും തന്റെ
അപ്പസ്തോലിക ആശീർവാദം നൽകി. പൊതുദർശന പരിപാടിയുടെ അവസാനം പാപ്പ യുവജനത്തെയും രോഗികളെയും വയോജനത്തെയും നവദമ്പതികളെയും പതിവ് പോലെ അഭിവാദ്യം ചെയ്തു. E la tragedia è che molti, la maggior parte di questi morti, potevano essere salvati. Bisogna dirlo con chiarezza. C'è chi opera sistematicamente e con ogni mezzo per respingere i migranti. സമാധാനത്തിന്റെ സമ്മാനം ദൈവം നൽകട്ടെ എന്ന് മാർപ്പാപ്പ. ലോകത്തിലെ വിവിധയിടങ്ങളിൽ നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരതയെ ചൂണ്ടിക്കാട്ടി സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നടത്തിയ പൊതുകൂടിക്കാഴ്ചയുടെ അവസാനത്തിലാണ് പാപ്പ ഹൃദയവേദനയോടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചത്. യുദ്ധത്തിന്റെ ഭീകരത കൂടുതൽ അനുഭവപ്പെടുന്ന പാലസ്തീൻ, ഇസ്രായേൽ, മ്യാൻമർ, ഉക്രൈൻ, റഷ്യ, കീവ് എന്നീ ദേശങ്ങളെ പാപ്പ പേരെടുത്ത് പരാമർശിച്ചു. പല രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഈ അവസ്ഥയിൽ ശത്രുതയും 18ാമത് പൊതു ചാപ്റ്ററിൽ സംബന്ധിച്ച അംഗങ്ങളുമായി ആഗസ്റ്റ് 26-ന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. നമ്മയല്ല ആവശ്യമെന്നും അവർക്ക് ആവശ്യം ദൈവത്തെയാണെന്നും പാപ്പ പറഞ്ഞു. സഭയുടെ സ്ഥാപകന്റെ വിശുദ്ധി അഭംഗുരം കാത്തു. വിരമിക്കുന്ന വൈദികരുടെ പെൻഷൻ ഇല്ലാതാക്കി നിക്കരാഗ്വൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം. ഒരു വർഷം മുമ്പ് മരവിപ്പിച്ച വിരമിച്ച കത്തോലിക്ക പുരോഹിതർക്കുള്ള റിട്ടയർമെന്റ് ഫണ്ട് ഇല്ലാതാക്കി നിക്കരാഗ്വൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം. രാജ്യത്ത് കത്തോലിക്ക സഭയ്ക്കെതിരായ ഉപരോധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ പുതിയ തെളിവാണിത്. ഈ നടപടിയിലൂടെ കത്തോലിക്ക പുരോഹിതന്മാർക്ക് അവർ വർഷം തോറും അടച്ച ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ ഇനിയുണ്ടാകില്ല. 2019 ജൂൺ 8-ന് ടിയാൻജിൻ രൂപതയുടെ ബിഷപ്പായി നിയമിതനായി. 56,000 കത്തോലിക്ക വിശ്വാസികളാണ് രൂപതയിലുള്ളത്. 62 വൈദികരാണ് രൂപതയിൽ സേവനം ചെയ്യുന്നത്. സ്പെയിനിലെ മരിയൻ പ്രത്യക്ഷീകരണത്തിന് വത്തിക്കാന്റെ അംഗീകാരം. സ്പെയിനിൽ മരിയൻ പ്രത്യക്ഷീകരണം നടന്ന വ്യാകുല മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിന് വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം ഔദ്യോഗിക അംഗീകാരം നൽകി. സ്പെയിനിലെ ചന്തവലിയിലുള്ള വ്യാകുല മാതാവിന്റെ നാമധേയത്തിലുള്ള ആലയത്തിൽ നിലനിൽക്കുന്ന തീർത്ഥാടനത്തിന് തടസ്സങ്ങളൊന്നുമില്ലെന്ന് സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിശ്വാസ തിരുസംഘ ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ രേഖ പ്രസിദ്ധീകരിച്ചത്. ഏഷ്യ, ഓഷ്യാന നാടുകളിലേക്കുള്ള പാപ്പായുടെ സന്ദർശനം വിശദാംശങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം. ഫ്രാൻസിസ് പാപ്പ ഇന്തോനേഷ്യ, തിമോർ, സിംഗപ്പൂർ, പാപ്പുവ ന്യൂഗിനിയ എന്നീ നാടുകളിൽ നടത്താൻ പോകുന്ന ഇടയ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി വത്തിക്കാൻ മാധ്യമ വിഭാഗം. പാപ്പായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ പ്രസ് ഓഫീസിന്റെ മേധാവി മത്തയോ ബ്രൂണിയാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. സെപ്റ്റംബർ 2 മുതൽ 13 വരെ പാപ്പ നടത്തുന്നത് 45ാമത്തെ വിദേശ അപ്പസ്തോലിക പര്യടനമാണ്. സെപ്റ്റംബർ 3 മുതൽ 6 വരെ പാപ്പ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലായിരിക്കും. ഇന്തോനേഷ്യയിൽ 28 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ 3.1% മാത്രമാണ് കത്തോലിക്കർ. ഇത് 80 ലക്ഷത്തോളം വരും. 6-ാം തീയതി ഇന്തോനേഷ്യയിൽ നിന്ന് ഓഷ്യാന രാജ്യമായ പാപ്പുവ ന്യൂഗിനിയിലേക്ക് പോകുന്ന തലസ്ഥാനമായ പോർട്ട് മോറഡിയും വാനിമോയും സന്ദർശിക്കും. 9-ാം തീയതി വരെയായിരിക്കും പാപ്പ പാപ്പുവ ന്യൂഗിനിയിൽ ചിലവഴിക്കുക. 9-ാം തീയതി കിഴക്കേ തിമോറിന്റെ തലസ്ഥാനമായ
ദില്ലിയിൽ പാപ്പ എത്തും. 11-ാം തീയതി വരെ അവിടെ തങ്ങുന്ന പാപ്പ അന്ന് സിംഗപ്പൂരിലേക്ക് പോകും. 13-ന് തന്റെ സന്ദർശനം പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വത്തിക്കാനിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.